ഹായ്, ഞാൻ വിദ്യ. ഹരിതം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഇന്നസെന്റ് ആയിട്ടുള്ള, ജോയ്ഫുൾ ആയിട്ടുള്ള, നമുക്കൊരു ഗ്രോത്ത് ഒക്കെ തരുന്ന ഒരു പീരീഡ് ആണ്. എന്നാൽ ഈ പീരീഡിൽ ചെറിയ ചെറിയ സ്കാർസ്, അതായത് നമുക്ക് ഈ കുട്ടികളിൽ വരുന്ന ചെറിയ ചെറിയ പേടിപ്പെടുത്തുന്ന മൊമെന്റ്സ് ഒക്കെ അവർക്ക് ഒരു ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളല്ലാണ്ട് കുറച്ചുകൂടി വലിയ കാര്യങ്ങളൊക്കെ ഈ ചൈൽഡ്ഹുഡിൽ സംഭവിക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. അതായത് ഒരു അബ്യൂസ് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു പാരന്റൽ നെഗ്ലക്റ്റ്, അല്ലെങ്കിൽ ഒരു കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവന്റുകൾ. അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളല്ലാണ്ട് കുറച്ചുകൂടി ഇന്റൻസിറ്റി കൂടിയ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു അബ്യൂസ് കൊണ്ടോ, പാരന്റൽ നെഗ്ലക്റ്റ് കൊണ്ടോ, അല്ലെങ്കിൽ അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാളുടെ മരണമോ, അല്ലെങ്കിൽ പാരന്റൽ നെഗ്ലക്റ്റ്, അവരുടെ അവോയ്ഡൻസ്, അവരുടെ ഒരു ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ കുട്ടികളെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള ഇവന്റുകൾ കുട്ടികളെ നന്നായിട്ട് അവരെ അഫക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അൺകമ്മിങ് ആയിട്ടുള്ള ഒരു ഗസ്റ്റിന്റെ വരവ് അവരുടെ ലൈഫിനെ തന്നെ അത് ഫ്യൂച്ചറിലേക്കും നന്നായിട്ട് അഫക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ചൈൽഡ്ഹുഡ് ട്രോമയെ കുറിച്ചിട്ടാണ്. ഇനി എങ്ങനെയാണ് ഈ ട്രോമ ഇവരെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവർക്ക് മെയിനായിട്ട് 2 ടൈപ്പാണ് ട്രോമ വരാനുള്ള ചാൻസസ്: അക്യൂട്ടും ക്രോണിക്കും. ഈ അക്യൂട്ട് ട്രോമ എന്ന് പറയുന്നത് ഒരു ഇൻസിഡന്റ് ഇവർക്ക് സംഭവിക്കുന്നത് ലൈഫിൽ ഒരു പ്രാവശ്യം മാത്രമായിരിക്കും. അത് ചൈൽഡ്ഹുഡിൽ തന്നെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. എന്നാൽ ഒരു ക്രോണിക് ട്രോമ എന്ന് പറയുന്നത് ഈ കാറ്റസ്ട്രോഫിക് ആയുള്ള ഒരു ട്രോമാറ്റിക് ഇവന്റ് ഒന്ന് കൂടുതൽ പ്രാവശ്യം ഇവർക്ക് ഒരേ സമയം വരുന്നുണ്ടായിരിക്കാം. ആ ഒരു ടൈം പീരീഡിൽ തന്നെ ഇവർക്ക് പലതരത്തിലുള്ള ട്രോമാറ്റിക് ഇവന്റ്സ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. ഇനി ഇത് എങ്ങനെയൊക്കെയാണ് ഇവരെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ആയിട്ട് ഇവരെ ഇമോഷണലി ഇത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഇമോഷണലി എന്ന് പറയുമ്പോൾ ഇവർക്ക് കൂടുതലായിട്ടും ഒരു ആൻസൈറ്റി, അല്ലെങ്കിൽ പൊതുവെ മറ്റ് കെയർ ഗിവേഴ്സിനോടൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള അഗ്രഷനും ദേഷ്യവും ഒക്കെ അവർ കാണിക്കുന്നുണ്ടായിരിക്കും. ബിഹേവിയറൽ എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇങ്ങനത്തെ സിറ്റുവേഷൻസിനൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരിക്കാം. അതായത് ഈ സിറ്റുവേഷൻ ചിലപ്പോൾ ഇവർക്ക് ഉറങ്ങുന്ന ടൈമിലൊക്കെ ഡ്രീം ആയിട്ടൊക്കെ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടാവും. അതുകൂടാതെ ഇത്തരം ട്രോമാറ്റിക് ഇവന്റിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒബ്ജക്ട്സോ, അല്ലെങ്കിൽ ആളുകളോ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ അവർക്ക് അതിനോട് കൂടുതലായിട്ട് പേടി തോന്നിയിട്ട് അത്തരം കാര്യങ്ങൾ ഇവർ അവോയ്ഡ് ചെയ്യുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ടായിരിക്കും. ഇനി കൂടുതലായിട്ടും ഫിസിക്കലി എന്ന് പറയുമ്പോൾ നന്നായിട്ട് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ മെമ്മറീസ് ഓർമ്മപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഈ കുട്ടികൾ കാണുന്നുണ്ടായിരിക്കും. പൊതുവെ ഹെഡ് ഏക്ക്, സ്റ്റൊമക്ക് ഏക്ക് പോലുള്ള അസുഖങ്ങളും ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടാവും. ഇനി കോഗ്നിറ്റീവ് എന്ന് പറയുമ്പം ഇവർ മെയിനായിട്ട് മെമ്മറിയിൽ, അറ്റൻഷൻ കോൺസെൻട്രേഷനിൽ, അവർ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽസിന്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസിന്, അതുപോലെ തന്നെ അവർ ഒരു നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണെങ്കിൽ അവർ ലേണിങ്ങിനെ തന്നെ ഇതിനെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി സോഷ്യലി ഇവരെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് വിചാരിച്ചാൽ, ഇവർ പൊതുവെ നന്നായിട്ട് ചിലപ്പോൾ പാരൻസ് ഒക്കെ പറയാറുണ്ട്, അവള് നല്ല എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ചായിട്ട് അവൾ ഇൻട്രോവേർട്ട് ആയിട്ടാണ് ഒരു പെരുമാറുന്നതൊക്കെ. ആളുകളെയൊക്കെ കാണുന്നതിനോട് ഒരു പേടിയും, പുറത്തേക്കൊക്കെ ഇറങ്ങുന്നതിന് താല്പര്യമില്ലാത്ത പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യുന്ന പോലത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സും ഇവർ കാണിക്കുന്നുണ്ടായിരിക്കും. ഇനി കുട്ടികൾ കൂടുതലായിട്ടും ഹൈപ്പർ വിജിലന്റ് ആയിരിക്കും. എപ്പോഴും എന്തെങ്കിലും ഒരു പേടി, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം വരുമ്പോഴത്തേനും അതിനെ നന്നായിട്ട് പേടിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിട്ട് ഇവർ മാറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ്, അല്ലെങ്കിൽ പണ്ട് നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസ്, ഹോബീസിനോടൊക്കെ താല്പര്യം കുറയുക, ഇങ്ങനത്തെ കാര്യങ്ങളും ഈ കുട്ടികൾ കാണിക്കുന്നുണ്ടായിരിക്കും. ഈ ചൈൽഡ്ഹുഡ് ട്രോമ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടായിരിക്കും, എപ്പോഴും ഇവരുടെ ഫ്യൂച്ചർ ഒരു ദുരന്തത്തിലേക്ക് പോവേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ ഇഷ്യൂസോ സൈക്കോളജിക്കൽ ഇഷ്യൂസിലേക്കൊക്കെ പോവോ എന്നുള്ളതൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. എന്നാൽ ഇത് എപ്പോഴും അങ്ങനെ ഉണ്ടായിരിക്കണമെന്നില്ല. ഈ ചൈൽഡ്ഹുഡിൽ വരുന്ന പൊതുവെ ഈ ഒരു സൈക്കോ അനാലിസിസ് തിയറി ഒക്കെ അനുസരിച്ച് പറയുകയാണെങ്കിൽ ചൈൽഡ്ഹുഡ് ആണ് നമ്മൾ പേഴ്സണാലിറ്റീനെ മോൾഡ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഈ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവന്റിന്റെ ഓൺസെറ്റ്, അതിന്റെ ഡ്യൂറേഷൻ, സിവിയറിറ്റി, ഇതിനൊക്കെ ബന്ധപ്പെട്ടിട്ടിരിക്കും. നമ്മൾ എപ്പോഴാണ്, അല്ലെ എത്ര ഡ്യൂറേഷനിലാണ്, എത്ര പ്രാവശ്യം ഈ ട്രോമാറ്റിക് ഇവന്റ് ഉണ്ടായിട്ടുണ്ട് എന്നതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇത് പോകുന്നുണ്ടായിരിക്കുക.
നമ്മൾ 2 തരത്തിലുള്ള ട്രോമാറ്റിക് ഇവന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അക്യൂട്ട് ആൻഡ് ക്രോണിക് ആയിട്ടുള്ള ട്രോമകൾ. ഈ അക്യൂട്ട് ട്രോമ വരുന്ന ആളുകളിൽ കൂടുതലായിട്ടും ഇവർക്കൊരു റെസിലിയൻസിനൊക്കെ ചാൻസസ് കൂടുതലായിരിക്കും. അവർക്ക് ഫ്യൂച്ചറിൽ അത്രയ്ക്ക് പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് കുറവായിരിക്കും. എന്നാൽ പൊതുവേ ഇതിനൊരു ഇമ്പാക്റ്റ് കൊടുക്കുന്ന ആള് പറയുന്നത് ക്രോണിക് ആയിട്ടുള്ള ട്രോമകളായിരിക്കും. അപ്പോൾ ഡ്യൂറേഷന്, സിവിയറിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഇത് പോകുന്നുണ്ടായിരിക്കുക. ഇനി ഇത്തരം കുട്ടികളിൽ അവർ ഫ്യൂച്ചറിലേക്ക് എത്തുമ്പോൾ അവർക്ക് പേഴ്സണാലിറ്റിയിൽ ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങളും ഉണ്ടായിരിക്കാം. ഒരു ട്രോമാറ്റിക് ഇവന്റ് ഉണ്ടായതിനു ശേഷം അവർ കുറച്ചുകൂടി റെസിലയൻസ് പഠിക്കുന്നുണ്ടായിരിക്കും. എങ്ങനെ കോപ്പ് ചെയ്യണം, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കോപ്പിംഗ് മെക്കാനിസം ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ടാവും. പൊതുവേ ഇത്തരം ആളുകൾക്ക് കുറച്ചുകൂടി എമ്പത്തറ്റിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സും നമ്മൾ കാണുന്നുണ്ടായിരിക്കും. അവർക്ക് ബാക്കിയുള്ളവരോട് കൂടുതലായിട്ടും ഒരു അനുകമ്പ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി പോസിറ്റീവ് വശങ്ങളും ഉണ്ട്. എപ്പോഴും നമുക്കതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് അല്ലെങ്കിൽ ഒരു മെന്റൽ ഇഷ്യൂവോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഡിസോർഡേഴ്സിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. ഇനി ഈ ട്രോമാറ്റിക് ഇവന്റ് ഉള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്ത് നിർത്താന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ പാരന്റൽ ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. എപ്പോഴും ഈ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇമോഷണലി ഡൗണിലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ പാരന്റ്സ് കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുക. അവർക്കൊരു കുറച്ചുകൂടി നർച്ചറിങ് ആയിട്ടുള്ള എൻവയോൺമെന്റ് കൊടുക്കുക. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനുള്ള ഒരു സ്പേസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് പാരന്റ്സ് നോക്കേണ്ടത്. പിന്നീട് കൂടുതലായിട്ടും ഇവർക്ക് റുട്ടീൻസ് ഒക്കെ തെറ്റി കിടക്കുകയായിരിക്കും. അവരെ കുറച്ചുകൂടി റുട്ടീൻസിലേക്കൊക്കെ കൊണ്ടുവരിക. അതുപോലെ തന്നെ കുട്ടികൾ ഓവർ തിങ്കിങ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ്, പ്ലഷർ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ കൂടുതൽ ആൻസൈറ്റി കുറയ്ക്കാനായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഇവരെ ഉൾപ്പെടുത്തുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി കുട്ടികളെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു ഏർലി ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഡയഗ്നോസിസ് ഒക്കെ നടത്തിയിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടറിൽ ചേഞ്ച് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എപ്പോഴും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവർക്ക് തെറാപ്പി കൂടെ നമുക്ക് CBT, EMDR പോലുള്ള തെറാപ്പീസൊക്കെ യൂസ് ചെയ്തിട്ട് അവരെ നമുക്ക് ബെറ്ററാക്കി കൊണ്ടുവരാൻ, തീർച്ചയായിട്ടും ബെറ്ററാക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ടും നമുക്ക് അവർക്ക് കോപ്പിംഗ് സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവരെ ആൻസൈറ്റി കുറച്ചിട്ട് അവരെ കുറച്ചുകൂടി ബെറ്റർ ലൈഫിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അങ്ങനെ ഇവരെ നന്നായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടി ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസസ് കുറവായിരിക്കും. ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. അവരുടെ ലൈഫിനെയൊക്കെ നന്നായിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ ഈ കുട്ടികളെ നമ്മൾ ഏർലി ആയിട്ട് അത് ഡയഗ്നോസ് ചെയ്തിട്ട് അതിനൊരു പ്രൊഫഷണൽ ഹെൽപ്പൊക്കെ തേടുകയാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ കൂടെ തന്നെ പാരൻസിൻ്റെ സപ്പോർട്ടും അവർക്ക് ഒരു ഫാമിലിയിൽ ഒരു നർച്ചറിങ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ഒക്കെ ഓപ്പൺ കമ്മ്യൂണിക്കേഷനുള്ള സ്പേസും ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് ആ ഒരു ട്രസ്റ്റ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലായിരിക്കും. കൂടാതെ ഇവർക്ക് പൊതുവെ ആളുകളോട് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആൻസൈറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതിന് പാരൻസ് എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുക. കൂടുതലായിട്ടും സോഷ്യൽ ഗ്യാതറിങ്ങിൽ അവരെ പെട്ടെന്ന് എടുത്ത് കൊണ്ടുപോയിടാതെ ചെറിയ ചെറിയ ഇവൻറ്റിൽ കൊണ്ടുപോയിട്ട് പിന്നീട് ഒരു പബ്ലിക്കിൽ എത്തിക്കുന്ന പോലെയൊക്കെ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുക. ഇനി ഇത്തരം കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലി, അതുപോലെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പർ, ടീച്ചേഴ്സ്, കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് കുട്ടിയെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് ഈ ഒരു ഇവൻറ്റിനെ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചറൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്കായാലും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.